ആരാ കുറച്ച് ഫണ്ണൊക്കെ ആഗ്രഹിക്കാത്തല്ലേ, പക്ഷെ ഫണ്ട് കുറച്ച് കൂടിപ്പോയ ഒരു പ്രശ്നമാണ്. ഇന്നത്തെ ടോപ്പിക് നമ്മൾ അതാണ്. ഒരേ സമയം പല ആൾക്കാരോടും പ്രേമം തോന്നുക, ആ ഒരു വികാരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു സെയിം ടൈം ഒരു 5-6 കാമുകന്മാരെ ഇങ്ങനെ ബാക്കപ്പ് പോലെ ഇങ്ങനെ വെക്കുക, ഒരു സൊള്ളലും ഒരു സ്പർശന സുഖവും അതേപോലെ കുറച്ചൊക്കെ ഇങ്ങനെ എന്താ പറയുക സെക്സ്റ്റിങ്ങും ഫോണിൽ സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു പ്രത്യേക ആവേശത്തിനെ കുറിച്ചിട്ട് ഈ വിഷയം ഞാൻ ചെയ്യാൻ മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ഞാനും അംജുക്കയും കൂടി ഇന്നലെ ഒരു മൂവി കണ്ടു. നല്ല മൂവി, മധുര മനോഹര മോഹം. ഇതാണ് മൂവിയുടെ പേര്. നമ്മുടെ രജീഷ വിജയനാണ് അതിൽ അഭിനയിച്ചേക്കുന്നത് ആക്ട്രസ് ആയിട്ട്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്താലോ, കാരണം നമ്മുടെ ചുറ്റിനും അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ തന്നെ കാണുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഈ ജാതി സ്നേഹം എന്നൊക്കെ പറയില്ലേ, ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഈ ജാതിയോടുള്ള വേർതിരിവ്, ആ ഡിസ്ക്രിമിനേഷൻ ഒക്കെ നല്ലപോലെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അറ്റ് സെയിം ടൈം രജീഷ വിജയന്റെ റോള് നമുക്ക് കാണിക്കുന്നത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് തോന്നുക കോളേജ് ടോപ്പർ, ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, നാട്ടുകാർക്കും വീട്ടുകാരുടെയും മുന്നിലെ കണ്ണിലുണ്ണി എന്നൊക്കെ പറയില്ലേ, എന്താ പറയാ ബെസ്റ്റ് ക്യാരക്ടർ എന്നൊക്കെ പറയും. നീ ഒരു പെണ്ണായി കഴിഞ്ഞാൽ ഇങ്ങനെ വേണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടൈപ്പ് സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്ത്രീയാണ് രജീഷ വിജയ് എന്ന് പറയുന്നത്. എല്ലാവർക്കും എന്നുവെച്ചാൽ നാട്ടിലും വീട്ടിലൊക്കെ ഇതുപോലൊരു നല്ല പെൺകുട്ടി ഇനി വേറെ ഇല്ല, ഈ ചുറ്റുപാടിലെ ഇങ്ങനത്തെ ഒരു പെൺകുട്ടി ഇല്ല എന്നുള്ളൊരു ഇമേജ് ആണ് നമുക്ക് തരുന്നത്. ഇതാണ് നമ്മുടെ കുറേ പേര് നമ്മൾ അങ്ങനത്തെ ഒരു റോൾ കണ്ടിട്ടാവും. പിന്നെ ഈ മൂവിയുടെ കുറെ കഴിഞ്ഞാൽ കാണുന്നത് ഈ പെൺകുട്ടി എല്ലാവരും മുന്നിൽ ഇങ്ങനെയാണെങ്കിലും ഒരേ സമയം 4-5 കാമുകന്മാര് ഉള്ളൊരു ടൈപ്പാണ്. എല്ലാവരും ആ ഒരേപോലെ ഡീൽ ചെയ്യുന്നുണ്ട്. ഒരേപോലെ ഡീൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അത് അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ. അതൊക്കെ ഞാൻ വഴി പറയാം. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്, അവസാനം ഈ പെൺകുട്ടിയുടെ ബ്രദർ കണ്ടുപിടിക്കണം. ബ്രദറിനൊക്കെ സിസ്റ്റർ എന്ന് പറയുന്നത് അത്രക്കും വേറെ റേഞ്ചിലെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇവളിങ്ങനൊരു ഇങ്ങനെയാണോ എൻ്റെ പെങ്ങള് എന്ന് വെച്ചിട്ട് തല കറങ്ങി നിൽക്കുന്ന ആളെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവളെ പിടിച്ച് കെട്ടിക്കണം, അതായിരുന്നു ഇവരെ ഒരു ഇതുണ്ടായിരുന്നത്. ആ ഒരു പ്ലോട്ടാണുള്ളത്. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുറേ പേരെ കാണാം, ഒരുപാട് പേരെ കാണാം. കാരണം ആൾക്കാരെ വീട്ടുകാരൊക്കെ മുന്നിൽ ഭയങ്കര നല്ലതായിരിക്കും, അടിപൊളി ക്യാരക്ടറായിരിക്കും, കാര്യങ്ങളായിരിക്കും. പക്ഷേ ശരിക്കും എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഇങ്ങനെ ഇവരെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇവരെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇപ്പം ഈ ഒരു ക്യാരക്ടർ തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് സ്വന്തം അമ്മക്കോ ബ്രദറിനോ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ പെൺകുട്ടിയുടെ ഈ ഒരു പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇങ്ങനത്തെ വ്യക്തികൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഉണ്ടായിരിക്കും. മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഇവർക്ക്. മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിടാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. പിന്നെയാണോ ഈ ബാക്കിയുള്ള കാമുകന്മാരെ കാര്യം നമ്മൾ പറയും, ഈ കാമുകന്മാരെന്താ മണ്ടന്മാരോ, ഇവർക്ക് ഇത്രയും ഇതൊക്കെ ആയിട്ട് ഇവർക്ക് ഇത്രയും കാലമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം സ്വന്തം കൂടെ നിൽക്കുന്ന അമ്മക്കും ബ്രദറിനും വരെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എങ്ങനെ ഈ കാമുകന്മാർക്ക് വരും? കാരണം ഇവർക്ക് ഒരു പ്രത്യേക കഴിവാണ് ഇങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത്, സംസാരിച്ച് നിൽക്കാനും. ഇനി എങ്ങാനും കാമുകനൊക്കെ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ സിനിമ ഒരു പെൺകുട്ടിയുടെ ആയതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നതാണ്. പുരുഷന്മാരും ഇങ്ങത്തുണ്ട്, ആൺകുട്ടികളും ഇങ്ങത്തുണ്ട്, എല്ലാ ജെൻഡറിലും ഇങ്ങനത്തെ സ്വഭാവക്കാർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളതെന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞ ഒരു ഡിസോർഡർ എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. ഇതെന്ന് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടാണ്. നമുക്ക് അങ്ങനെ ആ ഒരു കുട്ടീനെ നമുക്ക് എന്താ പറയുക ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്തെങ്കിലും ഡിസോർഡർ ആയിരിക്കും. ചെറുപ്പത്തിൽ അവർക്ക് വന്ന വല്ല ട്രോമാസ് ആയിരിക്കാം അവർക്ക് ഇപ്പം, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അവർക്ക് വല്ല സ്നേഹം കിട്ടാതിരിക്കുക, അവർക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചത് അവർക്ക് കിട്ടാതിരിക്കുക, അവർ പ്രതീക്ഷ സ്നേഹത്തിൻ്റെ അളവ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രോമാസ്, അങ്ങനെ എന്തോ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഇത് ആക്ച്വലി പറഞ്ഞൊരു വൈകല്യം പോലെ തന്നെ എനിക്ക് തോന്നുന്നു, ഒരു ഡിസോർഡർ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വല്ലതുണ്ടെങ്കിൽ
മനസ്സിലാക്കി കഴിഞ്ഞ് ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറിലാണ് നിങ്ങളിങ്ങനെ ഇങ്ങനെ നിങ്ങൾ കണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മകളിലാണ് ഇങ്ങനെ കണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയുടെയിലാണ്, ഞാനൊരു ജെൻഡറിനെ മാത്രം പറയുമല്ല, ഞാൻ വീണ്ടും പറയാണ്, കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. ഓക്കെ, അല്ലാണ്ട് അവരെ അടിച്ച് ചീത്ത പറഞ്ഞ് അവരെ തള്ളിക്കളയുക അല്ല വേണ്ടത്. ഒരു നല്ല കൗൺസിലിംഗ് കൊണ്ടുപോവുക. അവരെ പ്രശ്നം എന്തെന്നറിയാം, അവർക്ക് എന്താണ്, എവിടെയാണ് അവർക്ക് ഈ തെറ്റ് സംഭവിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നീ നശിച്ചവൻ, അല്ലെങ്കിൽ നീ നശിച്ചവള്, നീ വൃത്തികെട്ടവള്, നീ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്താണ് ഇവരുടെ ആക്ച്വൽ പ്രോബ്ലം എന്നുള്ളത് ഡയഗ്നൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു നല്ല കൗൺസിലിങ്ങിലൊക്കെ കണ്ട് ഇതിന് പോകണം. അതാണ് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ ചുറ്റിനും ഒരുപാട് പേരുണ്ടായിരിക്കും ഇങ്ങനെ ഇതുപോലെ എന്താ പറയുക, നല്ല ചിരിച്ച അല്ലെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും എല്ലാവരും മുന്നിലും, പക്ഷെ ഇതുപോലെ കുറേ ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് ഇതേപോലെ ഇപ്പം നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, റിലേഷൻഷിപ്പിൽ പല ടൈപ്പ് റിലേഷൻഷിപ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊരു കുഞ്ഞു സംസാരം കൂടി ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു പുതിയ അറിവായിരുന്നെങ്കിലോ. ഫസ്റ്റ് ടൈപ്പാണ് പോളിമോറി അല്ലെങ്കിൽ നോൺ മോണോഗമസ് റിലേഷൻഷിപ്പ്. ഇതെന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഒരു കപ്പിളായിരുന്ന രണ്ട് വ്യക്തികൾക്കും ഇവർക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസെന്റ് ഉണ്ടായിരിക്കും. എന്താണെന്നറിയോ ആ കൺസെന്റ്? മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ആവാം, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെക്സ് ആയാലും കുഴപ്പമില്ല, ഒരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ആയാലും കുഴപ്പമില്ല എന്ന് രണ്ട് പേർക്കും ധാരണയോട് കൂടിയിട്ടുള്ളത്. ഓക്കെ, ഈ കപ്പിളായിരിക്കുമ്പോൾ രണ്ടുപേർക്കും അതിലൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല, അവിടെ ചീറ്റിംഗ് വരുന്നില്ല. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ? മറ്റേന്ന് പറയണത് ഓക്കെ ചീറ്റിംഗ് ആണ് ആക്ച്വലി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ചീറ്റിംഗ് ആണ്. ആ പെൺകുട്ടിയുടെ ബാക്കി 4-5 കാമുകന്മാർക്ക് അറിയുന്നില്ല ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു ടൈപ്പാണ്, ഇങ്ങനെ 5 വേറെ ആൾക്കാരുണ്ടെന്ന് അറിയുന്നില്ല. അവിടെ വരുന്നത് ചീറ്റിംഗ്. പക്ഷെ ഈ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടുപേരും സമ്മതത്തിലാണ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പും അതേപോലെ തന്നെ കൺസെൻറ്റോട് കൂടിയിട്ട് സെക്സും നടക്കുന്നത്. ഇങ്ങനത്തെ റിലേഷൻഷിപ്പും ഉണ്ട്. ഇത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ പുറം രാജ്യങ്ങളിലല്ലേ, ഒരിക്കലല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ വരെ ഇങ്ങനെ നടക്കുന്നത് ഉണ്ട്. നിങ്ങൾ തന്നെ പല ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇതൊക്കെ ഒരു സെക്ഷുവൽ ഫാന്റസി എന്നൊക്കെ നമുക്ക് പറയാം. ഫാന്റസി എന്നൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അവർക്കെന്ന് പറയുന്നത് എന്താ പറയുക, അത് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും നമ്മുടെ കയ്യിൽ നിയന്ത്രിക്കാൻ നിൽക്കുന്നതല്ല ഇതെന്നൊക്കെ പറയുന്നത്. ഈ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇനിയാണ് മോണോഗമി. മോണോഗമി എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലായി കണ്ടുവരുന്നത് ഒരു സമയം ഒരാൾ മാത്രം. ഓക്കെ, ഒരു ടൈം ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു സെക്ഷൽ പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മാത്രം. ഇതാണ് ഒരു മോണോഗമി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയാ, ഇതായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പാർട്ട്ണർ ഒരു സമയം എന്നുള്ളതായിരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ മറ്റേ പോളിമറസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അവർക്ക് ഒരേ സമയം 2 പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ 2 സെക്സ് പാർട്ട്നേഴ്സോ ഉണ്ടെങ്കിൽ അത് രണ്ടുപേർക്കും അറിഞ്ഞുകൊണ്ടാണ്. ഇവരുടെ ഏറ്റവും മെയിൻ സാധനം എന്ന് പറയുന്നത് ഇവരുടെ എത്തിക്സ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കാരണം ഇവർ കൺസെൻറ്റോടുകൂടി സമ്മതത്തോടി മാത്രമേ ഉള്ളൂ. അവരൊരിക്കലും എന്താ പറയുക എത്തിക്സ് വിട്ടിട്ട് അവർ കളിക്കത്തില്ല. ഞാൻ നേരത്തെ ഈ ഒരു ടൈപ്പ് കാറ്റഗറി പെടുന്നവർ ചതിച്ചുകൊണ്ടോ കാര്യങ്ങളല്ല, കൺസെന്റ്. ഇതാണ് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അവർക്ക് കൺസെൻറ്റോട് കൂടിയിട്ടാണ് ആക്കുന്നത്. ഈ പോളിമറസ് റിലേഷൻഷിപ്പിൽ കുറച്ച് കാറ്റഗറീസും ഉണ്ട് എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് കൺസെന്റ് കൂടി അതെന്ന് അറിയില്ല, അവർ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് ഹൈറാക്കിക്കൽ എന്ന് പറയുമ്പോൾ 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ ഇവർക്ക്, മറ്റേ പാർട്ട്ണറിന്റെ കൺസെന്റ് കൂടി. അപ്പോൾ പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. ഈ പ്രൈമറി പാർട്ട്ണർ ആയിരിക്കും ഇവർക്ക് എല്ലാവരുടെയും മുന്നിലുള്ള എല്ലാവരെയും കാണിച്ചുകൊണ്ടുള്ള ഒരു പാർട്ട്ണർ ഇതായിരിക്കും. അതുമാത്രമല്ല ഇവരുടെ ലൈഫിൽ എന്ത് നിയന്ത്രിക്കാം, എല്ലാ ഫുൾ ഫ്രീഡം, ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുക എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഒക്കെ ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറയണ ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കും. അതാണ് ഈ പ്രൈമറി പാർട്ട്ണർ എന്ന് പറയുന്നത്. സെക്കൻഡറി പാർട്ട്ണർ എന്ന് പറയുന്നത് ഇവർക്ക് ഈ പ്രൈമറി പാർട്ട്ണറിന്റെ അധികാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതാണ് ഈ സെക്കൻഡറി എന്ന് പറയുന്നത്. അവർക്കെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എന്താ പറയാ സെക്ഷൽ ആക്ടിവിറ്റിക്ക് മാത്രമായിരിക്കും. ഒരു സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അവർക്കൊരു ടച്ച് അല്ലെങ്കിൽ ചെറു സംസാരം അങ്ങനെയൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. വേറെ ആൾക്കാരുടെ മുന്നിലൊന്നും അവർക്കൊരു റോളും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി തന്നെ ഇവർക്ക് ഡിസൈഡ് ചെയ്യാൻ റോളും ഒന്നും ഉണ്ടായിരിക്കില്ല. അതാണ് ഈ ഹൈറാക്കിക്കൽ കാറ്റഗറി എന്ന് പറയുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നോൺ ഹൈറാക്കിക്കൽ ആണ്. ഈ നോൺ ഹൈറാക്കിക്കൽ എന്ന് പറയുന്നത്
ഈ രണ്ട് പാർട്ട്ണർക്കും തുല്യ അവകാശമായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈക്വൽ ആയിരിക്കും. അല്ലാണ്ട് മറ്റേ റാങ്കിങ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഇവൻ ടോപ്പ് ഇവൻ കുറച്ച് താഴെ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. പൊതുവേ ഇതുപോലെ വരുന്ന പോളിമറസ് റിലേഷൻഷിപ്പിൽ ഇതുപോലെ ഈക്വൽ ആയിരിക്കും. ഈ നോൺ ഹയറാക്കിക്കൽ ആയിരിക്കും മിക്കവരും ഫോളോ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. രണ്ട് പാർട്ട്ണറും ഈക്വൽ ആയിട്ട് ഇവർ ട്രീറ്റ് ചെയ്യും. അല്ലാണ്ട് അങ്ങനെ വലിപ്പ ചെറുപ്പം ഒന്നും ഇവരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കില്ല. ഞാനിപ്പോൾ വെറും 2 കാറ്റഗറി പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാടുണ്ട് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. പോളി ഫിഡിലിറ്റി, വി, സോളോ പോളി, മോണോപോളി, പോളി വെബ്സ്, ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ പറയാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവിയുടെ പ്ലോട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നി ഓക്കെ, ഇതിൻ്റെ എന്നാൽ ഒരു കാര്യം മാത്രം പറയേണ്ട, ഒരുപാട് ഇതിൻ്റെ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഫീലിങ്സ് എന്ന് പറയണത്, അത് അടക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നവരുണ്ട് അല്ലേ. നമ്മൾ പറയും ഏതൊരു ഫീലിങ്സ് ആണെങ്കിലും അടക്കി പിടിക്കുമ്പോഴാണ് ഒരു മനുഷ്യനായി മാറുന്നത്, അല്ലെങ്കിൽ മൃഗമായി മാറും. ഒരിക്കലും അല്ല. ചില ആൾക്കാർക്ക് ഒരു ഫീലിങ്സ് നിയന്ത്രിക്കാൻ പറ്റാത്തതുണ്ട്. അത് പ്രേമാണെങ്കിൽ പ്രേമം, അത് അവരെ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവരെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സങ്കടമാണെങ്കിൽ സങ്കടം. പല ടൈപ്പ് ആൾക്കാരുണ്ട്, ഇമോഷൻസ് ഇങ്ങനെ ഫീലിങ്സ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. അപ്പോൾ അവരെ നമ്മൾ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്താണ്ട് എന്താണ് അവരുടെ ആക്ച്വൽ പ്രശ്നം എന്നാക്കിയിട്ട് അതിനൊരു തെറാപ്പിയാണ് വേണ്ടത് അല്ലേ. നമ്മൾ അവരെ കൂട്ടം കൂടി ആക്രമിക്കാതെ അവരെ, ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണെങ്കിൽ അവർക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, എന്താണ് കാര്യങ്ങൾ. കാരണം ഈ ആൾക്കാർക്ക് ഞാൻ പറയണത് ഒരിക്കലും ഇപ്പം പറഞ്ഞ പോളിഗമി ആ ഒരു ഇതല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ പോളിമറസ് റിലേഷൻഷിപ്പിൻ്റെ ഇതല്ല ഞാൻ പറയുന്നത്. കാരണം അത് അവർ എത്തിക്സോട് കൂടിയിട്ടാണ്, കൺസെൻറ്റോട് കൂടി രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മധുര മനോഹര മോഹം, ആ മൂവി പ്ലോട്ടിലുള്ള ആ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ ആണെങ്കിൽ എന്ന് പറയുന്നത് ഒരേ സമയം 5 പേരെ പ്രേമിക്കുക, എന്നാൽ ആ 5 പ്രേമിക്കണ ചെക്കന്മാരും കിഴങ്ങന്മാരും ഒന്നും അറിയുന്നില്ല. അവർക്ക് ഒന്നും അറിയുന്നില്ല ചുറ്റിനും എന്ന് നടക്കണം, ഇവള് ചതിക്കുകയാണ് പറ്റിക്കുകയാണെന്നൊന്നും അറിയുന്നില്ല. ഇവളിതിൽ വിശ്വസിച്ച് ഇങ്ങനെ പോവാ, നാട്ടുകാരും വീട്ടുകാരൊക്കെ പറ്റിച്ച് പോകുന്ന ഒരു ടൈപ്പ്. ഈ ഒരു കാറ്റഗറി പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികൾക്കായിരിക്കും അവർക്ക് പ്രത്യേകം കിട്ടിയ ഒരു കഴിവ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനിപ്പുലേഷൻ എന്നുള്ള കഴിവായിരിക്കും. അവർക്ക് കണ്ടുപിടിച്ചാലും, ഇപ്പം നമ്മൾ അവരുടെ സ്വഭാവം കണ്ടുപിടിച്ചാലും അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. മറിച്ച് ആ പറഞ്ഞവർക്കായിരിക്കും കുറ്റം എന്നുള്ള രീതിയിലും അവർക്ക് ആക്കി തീർക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു അവർക്ക് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അവരൊരിക്കലും അവരുടെ തെറ്റ് സമ്മതിച്ചു തരില്ല. കാരണം അവരൊക്കെ സംബന്ധിച്ച് അതൊരു തെറ്റല്ല, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇനി തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും അത് സമ്മതിച്ചു കൊടുക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല. അതിനായിട്ട് അവർ പല ന്യായങ്ങൾ പറയും. ഈവൻ നമ്മളായിട്ട് അവസാനം വാദി പ്രതിയാവാന്നുള്ളൊരവസ്ഥ വരത്തില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇങ്ങനെയുള്ളവരെ ഡീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്നേഹത്തിലും കാര്യങ്ങളുമായി നല്ലൊരു തെറാപ്പിയും കാര്യങ്ങളും വന്നു. വീണ്ടും പറയണം, ഇതൊരു ഇൻഫോർമേറ്റീവ് പേർപ്പസ് വീഡിയോ ആണ്. ആക്ച്വലി ഇത് നിങ്ങൾക്കൊരു അവെയർനെസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫൺ വീഡിയോ അല്ല. ആക്ച്വലി ഇതൊരു ഇൻഫോർമേഷനാണ്. നമ്മൾ നമ്മുടെ ചാനലിൽ പല ഡിസോർഡേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. നാർസിസം, ബൈപ്പോളർ, അങ്ങനെ പല ഡിസോർഡേഴ്സിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ സംസാരിച്ചിട്ടുണ്ട്. അതുപോലൊരു വിഷയം തന്നെയാണ് ഇതെന്ന് പറയണത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൺമുന്നിൽ തന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു വിഷയത്തിന് നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്താ പറയുക, നിങ്ങൾക്ക് ഇതേപോലെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ തന്നെ ഇത് അനുഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടോ, ഫ്രണ്ട്സിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ അനുഭവം എന്തെന്ന് കമൻസിൽ കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർ അത് വായിക്കുമ്പോൾ അവർക്കും ഒരു കുറച്ചും കൂടിയും ഒരു ഐഡിയ കിട്ടും അല്ലേ. സോ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയണേ. നമുക്ക് ഇതുപോലത്തെ മാത്രമല്ല, നമുക്ക് പല ടൈപ്പ് ഡിസോർഡേഴ്സ് ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനിയുള്ള വിഷയങ്ങളിൽ ഇതും ചില സമയത്തൊക്കെ ഇതും ഇങ്ങനത്തെ ഉൾപ്പെടുത്താമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും ഇങ്ങനത്തെ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളെ കമൻറ്റ് ചെയ്യാൻ. ബൈ ബൈ.